ഞാൻ അവൻ എന്നോ ചെയ്ത കാര്യത്തിന് എന്നോ ഒന്ന് പൈസ വയ്ക്കണം. അത് ഞാൻ സ്റ്റോറി ഇട്ട് വിട്ടാണ്, മനസ്സിലായോ? അതിനെ കുറിച്ച് നീ സംസാരിക്കും. അത് ഇതിൽ ഞാനില്ല, നീയും സായിപ്പും തമ്മിലാണ്. അത് നിങ്ങൾ സംസാരിക്കും. ഒരു പ്രശ്നമില്ല, വേണ്ട. നീ എങ്ങനെയല്ല എന്നോട് പറഞ്ഞത്? ഇങ്ങനെ പ്രശ്നമാക്കണമെന്ന് ഒരു ഇതുമില്ല, താല്പര്യമില്ല. പ്രശ്നമാക്കുന്നില്ല, നമ്മൾ നോർമലി ചോദിച്ചാല് വർക്ക് നമുക്ക് ചെയ്തു തന്നു. അപ്പൊ അവരൊരു ഈ രീതിയിൽ വിട്ടാണ്. എടാ എന്തെങ്കിലും വർക്ക് ഉണ്ട്, ഞാൻ ആണെങ്കിൽ അന്നത്തെ സ്റ്റോറി ഞാൻ നോക്കട്ടെ, ഞാൻ നോക്കട്ടെ എങ്ങനെ ഞാൻ പറഞ്ഞത് അങ്ങനെ വിട്ടാണ്. അപ്പൊ നമ്മളൊരു പൈസ കൊടുത്തതിന് തുല്യമാണ്. കാരണം 2 ലക്ഷം 3 ലക്ഷം വ്യൂസ് ആണ് സ്റ്റോറി വ്യൂസ് വരുന്നത്. പിന്നെ ഞാൻ വർക്കിന് ചെയ്ത് കൊടുക്കണം, പൈസ കൊടുക്കണം, അതൊന്നും നടക്കുന്ന കാര്യമുണ്ട്. ഞാൻ നോക്കട്ടെ എന്നാ സ്റ്റോറി ഇടാൻ നോക്കട്ടെ. ഞാൻ ഇതിനകത്തുണ്ട് എന്നാ ഞാൻ അന്ന് തിന്നോ. ആദിൽ ചീപ്പ്. എടാ ചീപ്പ് എന്ന് പറയാം. ഞാൻ പറട്ടെ, ഇതിൽ രണ്ടാളെയും കുറ്റം പറയാൻ പറ്റില്ല. ഞാൻ പറട്ടെ, ഇത് ഞാൻ പറട്ടെ. ആദിൽ ചീപ്പ് എന്ന് പറഞ്ഞാൽ ആദിൽ ഇത്രയും ചെറിയ പ്രായത്തിൽ ചെക്കൻ ഒരു ബിസിനസ് റൺ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊരു ഇത് വേണം, മനസ്സിലാവും. അത് ഇവനും സായിപ്പും തമ്മിലുള്ള. ഞാൻ പറയുന്നത് വെച്ചാൽ ആരും ചീപ്പ് എന്ന് പറയാൻ പറ്റില്ല. അതായത് ആദിൽ ഈ വർക്ക് ഇവന്റെ നിന്ന് ഏറ്റെടുത്തു സായിപ്പിന്റെ നിന്ന്. സായിപ്പ് അതിനോട് ചോദിക്കാണ്ട് സ്റ്റോറി ഇട്ടു. അതായത് സ്റ്റോറി ആയിട്ടും പൈസ ആയിട്ടോ സ്റ്റോറി ആയിട്ടോ സായിപ്പിന് അത് പേ ചെയ്ത് തീർക്കാം. പക്ഷെ അതിൽ പൈസ വേണമെന്നാണ് പറഞ്ഞത്, സ്റ്റോറി വേണമെന്ന് പറഞ്ഞിട്ടില്ല, മനസ്സിലാവും. അപ്പം സായിപ്പിനോട് ചോദിക്കാണ്ട് സ്റ്റോറി ഇട്ട് തീർത്തേന് ഇവനെന്ത് ചെയ്യാനാടാ? അത് അങ്ങനെ പറയാൻ പറ്റില്ല, മനസ്സിലാവും. എന്നിട്ട് എന്തായത്? ഞാൻ ചോദിച്ചൊന്നുമില്ല കുറെ നാള്. ഇവൻ നിന്റെ ചാറ്റ് കാണിക്കാൻ നോക്കുമ്പോ പാസ്വേഡ് ഉണ്ടോ? ഇല്ല, അത് ചെയ്യുന്നില്ല. വെരിഫൈഡ് അല്ലേ? 52 മിനിറ്റ് തെറിയോ? ഇതെന്താ കുറേ ആൾ 50 മിനിറ്റ്. ഇത് കഴിഞ്ഞ് നോക്കാം, ഇത് കഴിഞ്ഞ് നോക്കാം. സംഭവം സ്റ്റോറി ഇട്ടു, പക്ഷെ അതിൽ ആവശ്യപ്പെടാത്ത പിന്നെ മുമ്പിത്തരം എന്നെല്ലാം പറയുന്നടാ മുത്തേ. ഞാൻ പറഞ്ഞെ ഇതിന്റെ അല്ല ഇത് ഞാൻ പ്രോപ്പർ ഇതിന്റെ കഥ ഞാൻ പറഞ്ഞില്ല. അതായത് എന്തായാലും അന്നത്തെ പ്രശ്നം സാഹിബിന്റെ അക്കൗണ്ടിന് പറ്റിയ പ്രശ്നം സാഹിബിന്റെ അക്കൗണ്ട് ഒരു ദിവസം ബാനായി. അത് തിരിച്ചെടുക്കാൻ വേണ്ടി അതിന്റെ കമ്പനിയെ ഏൽപ്പിച്ചു. അതിന് ഒരു പേയ്മെന്റ് ഉണ്ട്. നോർമലി മേടിക്കുന്നത് 70K. പുറത്ത് ഏണെങ്കിലും 5000 ഒരാൾ ചെയ്ത് ഒരു അക്കൗണ്ട് 2 ലക്ഷം. നിന്റെ അത് പോയപ്പോൾ എന്റെ അന്ന് ഒരു ബാൻ മാറ്റാൻ വേണ്ടി 1.5 ലക്ഷം രൂപ പോയത്. ഇവന്റെ ടോട്ടൽ ശരിക്കും മേടിക്കുന്നത് 2-3 മേടിക്കാം. പുറത്തങ്ങനെ അല്ല, എന്നാലും ഇവന്റെ ആ വർക്കിന് എത്ര ഉണ്ടാവും? ഉറപ്പായിട്ട് 1 ലക്ഷത്തിന് മേലുണ്ട്. 70 ഞാൻ പൈസ പറഞ്ഞില്ല. ഇവന് പൈസ കുറെ പ്രശ്നം. ഏറ്റവും കുറഞ്ഞ ഏറ്റവും കുറഞ്ഞ 60-70 ഒരാൾ എടുത്തു കൊടുക്കൂല. സ്റ്റോറി ഓക്കെ, നമുക്ക് ഞാൻ സ്റ്റോറി ഇട്ടേന് അവന്മാർ എനിക്ക് ഞാൻ ഒരു സ്റ്റോറിക്ക് മേടിക്കുന്നത് 5000 രൂപ 10000 രൂപ. അന്നത്തെ ഒരു 2 ലക്ഷം വ്യൂസ് അല്ലേ, 10000 രൂപ ഞാൻ സ്റ്റോറിക്ക് മേടിക്കുന്നു. അവന്റെ വർക്കിന്റെ പൈസ 5000 രൂപ. ഞാൻ 5000 രൂപ കൊടുക്കും. അവന്മാർ സ്റ്റോറി ആണെന്ന് പറഞ്ഞില്ലല്ലോ. അതല്ലേ അവിടെ പോട്ടെ എന്തേലും ആട്ടെ. നമ്മളങ്ങനെ ബാഡാക്കാൻ മനസ്സിലായ നമ്മൾ നിങ്ങൾ കണ്ടിട്ട് ഞാനൊരു സ്റ്റോറി പ്രൊമോഷൻ ചെയ്യുന്നത്, ഒരു അക്കൗണ്ട് ഗ്രൂപ്പ് പ്രൊമോഷൻ ചെയ്ത് കണ്ടിട്ടുണ്ടോ? ഒരു അക്കൗണ്ട് ഗ്രൂപ്പ് BGMI. കാരണം എന്റെ സബ്സ്ക്രൈബേഴ്സ് മൊത്തം BGMI ഇതാണ്, മനസ്സിലായ? BGMI കാണുന്ന ആൾക്കാരാണ്. 5000 രൂപയ്ക്ക് ഞാൻ കണ്ണാണെന്ന് പറയാൻ എനിക്ക് തോന്നുന്നില്ല. അത് കഴിഞ്ഞ് ഒരു ദിവസം വന്നത്, അത് കഴിഞ്ഞ് അതിന്റെ മെസ്സേജ് കാണില്ല, അത് കഴിഞ്ഞ് വെരിഫൈഡ് ആകും. അത് കട്ട് ചെയ്ത് അവിടെ പാസ്വേഡ് അല്ല, കട്ട് ചെയ്തല്ല. ഇപ്പൊ ലൈവോനെ ഇപ്പം പ്രൈവറ്റ് ആക്കി, മനസ്സിലാവും. ബാക്കി കാണാൻ പറ്റില്ല. ഇപ്പൊ പറയും നമ്മള് കാണുന്ന പ്രൈവറ്റ് ആക്കിയായിരിക്കും പാവം.